ചില നിർണായകമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ VP അബ്ദുൾ റഷീദിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. തളിപ്പറമ്പിൽ UDF TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും ഈ തീരുമാനത്തിലൂടെ ഏറുകയാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയിലും എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 5 സീറ്റുകളിൽ ധാരണയായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. ധനസുമോദ് തുടരുന്നുണ്ട്. സുമോദ്, അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആര് മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. അതിൽ VP അബ്ദുൾ റഷീദ് എന്ന പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതും തളിപ്പറമ്പിൽ മത്സരിക്കാനിരുന്ന ആളാണ് ധർമ്മടത്ത് എത്തുന്നത് എന്നുള്ളത് കൂടി തളിപ്പറമ്പിൽ TK ഗോവിന്ദന് UDF പിന്തുണ നൽകുമെന്നതിന്റെ സൂചന കൂടിയാണ്. ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ VP അബ്ദുൾ റഷീദ് മത്സരിക്കാനാണ് ധാരണയായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് VP അബ്ദുൾ റഷീദ്. അദ്ദേഹത്തിനെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ ജിൽസി പറഞ്ഞ പോലെ തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നത്. സുനിൽ കനകുലു ഉൾപ്പെടെയുള്ളവർ നടത്തിയ സർവേയിൽ ഒറ്റ പേരായി തന്നെ തളിപ്പറമ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതേസമയം തന്നെ അപ്രതീക്ഷിതമായി TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി എത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ കോൺഗ്രസ് എത്തുകയായിരുന്നു. TK ഗോവിന്ദന് പിന്തുണ അർപ്പിക്കുന്നതോടെ പിന്നീട് അബ്ദുൾ റഷീദിനെ എവിടെ ഫീൽഡ് ചെയ്യിപ്പിക്കണം എന്നതിലായിരുന്നു വലിയ തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നത്. ആ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ ഇപ്പോൾ VP അബ്ദുൾ റഷീദിനോട് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ധർമ്മടത്ത് മത്സരിക്കണം എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. കാര്യം ധർമ്മടത്ത് പെരളിശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ വസതിയുള്ളത്. മാത്രമല്ല ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോളേജിലാണ് അദ്ദേഹം LLB ചെയ്തത്. ഈ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ്, അതായത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് അബ്ദുൾ റഷീദിന്റെ പേര് ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരാളിയാകുമെന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ഇപ്പോൾ എയർപോർട്ടിലാണ് ധനസുമോദ് ഉള്ളത്. K സുധാകരൻ ഏത് സമയവും പുറത്തേക്ക് എത്താനുള്ള സാധ്യത. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം ഒരു സ്വകാര്യ പരിപാടിയിലൊക്കെ പങ്കെടുത്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടൊരു പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ MP മാർക്ക് സീറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഇതിനോടകം അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞു കാണും. അപ്പോൾ ഒരു പ്രതികരണം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സുമോദ്, ഇന്നിപ്പോൾ K സുധാകരനിൽ നിന്നൊരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇപ്പോൾ K സുധാകരനുടെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അറിയിക്കാൻ പോകുന്നത്. കാര്യം സുധാകരനുമായി ഫോൺ വഴി ബന്ധം സ്ഥാപിച്ച് ഫോൺ വഴി ആശയവിനിമയം അത്ര കൃത്യമായിട്ടല്ല നടക്കുന്നത്. കാരണം പലതരത്തിലുള്ള ഒരു ബാഹ്യസമ്മർദ്ദം കൂടി സുധാകരൻ മത്സരിക്കുന്ന തരത്തിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ നേരിട്ട് എത്തിയ ശേഷം അദ്ദേഹത്തോട് സീറ്റില്ല എന്നുള്ളൊരു കാര്യം തന്നെ അറിയിക്കാം എന്ന രീതിയിലാണ് കരുതിയിരിക്കുന്നത്. അതേസമയം തന്നെ സുധാകരൻ പക്ഷം അല്ലെങ്കിൽ സുധാകരനെ വിശ്വസിക്കുന്നത് സുധാകരനെ കണ്ണൂരിൽ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാര്യം മല്ലികാർജ്ജുന ഖാർഗെ നൽകിയ ഉറപ്പാണ് അദ്ദേഹം KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞു കഴിയുമ്പോൾ നിയമസഭയിൽ എത്തുമെന്നും മന്ത്രിയാകും എന്നുള്ളൊരു കാര്യം. മാത്രമല്ല ഖാർഗെ പറഞ്ഞതാണ് ഇനി നിയമസഭയിൽ കാണാം എന്ന തരത്തിലുള്ള ഒരു ഉറപ്പ് തന്നെയാണ് K സുധാകരന് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് കേന്ദ്ര നേതൃത്വം പാലിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഇനി അദ്ദേഹത്തിന് സീറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ എടുത്തു, ഇത് വൈകിപ്പിച്ച് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ള ഒരു ധാരണ കൂടി ഉണ്ടായത്. അതായത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തന്നെ ഒരു ഇളിഭ്യനാക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്ത കൂടി K സുധാകരനുണ്ട്. ഇപ്പോൾ K സുധാകരൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ അടൂർ പ്രകാശും K സുധാകരനും ഉൾപ്പെടെയുള്ളവർ മത്സരിക്കും എന്നുള്ള ഒരു തോന്നൽ തന്നെയായിരുന്നു. മാത്രമല്ല അവർ സീറ്റിനായി ഉറപ്പിക്കുകയും K സുധാകരൻ ഇക്കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്തു. താൻ മത്സരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ മത്സരത്തിന് ഈ പാർട്ടി തയ്യാറാവാത്ത സ്ഥിതിക്ക് ഇനി സുധാകരനെ എങ്ങനെ ഈ തങ്ങളുടെ പാർട്ടിയുടെ ഒരു പാളയത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ആലോചിക്കുന്നത്. കാര്യം സുധാകരൻ മാറി നിന്നാൽ നിരവധി സീറ്റുകളിൽ തിരിച്ചടി കണ്ണൂരിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും K സുധാകരൻ ഒരു പ്രതിഷേധ സൂചകമായി മാറി നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അതൊരു വലിയ തിരിച്ചടിയാകും.